വ്രണം വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം വലിയൊരു കോംപ്ലിക്കേഷനാണ്? വ്രണം വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വേദനയാണ്, അസഹ്യമായ വേദനയാണ്. ഈവൻ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വേദന. ഈ അടുത്ത് വ്രണം വന്നിട്ടുള്ള രോഗികൾ നമ്മളെ കാണാൻ വരാറുണ്ട്. 20 കൊല്ലമായി 30 കൊല്ലമായി വ്രണമുള്ള എപ്പോഴെപ്പോഴും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന രോഗികൾ വരാറുണ്ട്. അപ്പോൾ ഈ കാലയളവിലൊന്നും അവർ വെറുതെ ഇരിക്കുകയല്ല, അവർ ചികിത്സിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ 30 കൊല്ലമായിട്ട് ഉണങ്ങാത്ത പേഷ്യൻസിനെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഏകദേശം ഒരു 20-30 കേസുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിലൊരു 80% അത്തരം മുറിവുകൾ ഉണക്കാനും. അപ്പോൾ ഇത്രയും കാലമായി വ്രണമുള്ള ആൾക്കാരായതുകൊണ്ട് അവർ എക്സസൈസ് നിർത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് രണ്ടാമത് വന്നില്ല എന്ന് ഉറപ്പിക്കാനാണ് 6 മാസം കൂടുമ്പോൾ കാണുന്നത്. എന്തെങ്കിലും വ്രണം വരാനുള്ളൊരു സാധ്യതയുള്ള ആൾക്കാരിൽ നമ്മൾ വീണ്ടും കുറച്ച് ബ്ലഡ് ഏറ്റവും താഴെ നിന്ന് സ്ഥിരാവേദം ചെയ്ത് കളയുകയും അതുപോലെ തന്നെ ഇവർക്ക് ഒരു ശോധന എന്നുള്ള രീതിയിൽ വയറിളക്കാനുള്ള ഒരു മരുന്ന് 6 മാസം കൂടുമ്പോൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി രണ്ടാമത് വീണ്ടും വരാതിരിക്കാനായിട്ട് അവലംബിക്കുന്നുണ്ട്. ഒരു 80%-നും 90%-നും ഇടയിലുള്ള ആൾക്കാർ കൃത്യമായിട്ട് ഈ ഒരു കാര്യം പിന്തുടർന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുറിവ് ഉണക്കാൻ സാധിക്കണം. അപ്പോൾ വെരിക്കോസ് വെയിൻ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോംപ്ലിക്കേഷനായിട്ടുള്ള അൾസറിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അത് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്ത് അത് വരാതിരിക്കുന്നതാണ് വന്നിട്ടത് മാനേജ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം. വന്നാൽ അൾസർ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചാൽ അത് ഉറപ്പായിട്ടും അതിന് മുൻപേ മാനേജ് ചെയ്യുന്നതാണ് എളുപ്പം. തീർച്ചയായിട്ടും നല്ലത്, അതിൽ സംശയമില്ല.